ഇത്തവണ 100 സീറ്റാണ് UDF പറയുന്നത്. എന്താണ് അതിനുള്ള ഒരു പ്രതികരണം? ഇത്തവണ 100 സീറ്റ് എങ്ങനെയാണ് അവരത് പറയുന്നതെന്ന് അറിയില്ല. എന്താണ് അവരുടെ കയ്യിൽ ഈ 100 സീറ്റ് കിട്ടാൻ മാത്രം പ്രചരിപ്പിക്കാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ദ്രോഹിക്കുമ്പോൾ ഒരക്ഷരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ സംസാരിച്ചു ഇന്ന് വരെയില്ല. ഇപ്പോൾ NREG അന്ന് ഞങ്ങൾ ഒന്നാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. അത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇടതുപക്ഷം നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് ഇടപെട്ടു സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളത് പറഞ്ഞ് മേനി നടിക്കാനല്ല, പക്ഷേ ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ട് ചെറിയ വേതനം, അങ്ങനെ മാത്രമേ പട്ടിണി മാറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അത് അംഗീകരിച്ചു. പക്ഷേ അത് ഒരിക്കലും തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസും തയ്യാറായില്ല. ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ കഥ കഴിക്കുകയാണ്. VVG റാംജി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക NREGയെ. മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. മഹാത്മജിയുടെ പേര് കേൾക്കുന്നത് അവർക്ക് കലിയാണ്. അത് ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സമീപനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. മാത്രമല്ല, ഇനി NREG പദ്ധതിയിൽ 60-40 അനുവാദമാക്കിയാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും എന്താ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്തൂടെ എന്ന്. ഈ 30% ടാക്സ് ഷെയർ കിട്ടുന്നതിൽ നിന്നാണോ? സ്റ്റേറ്റ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിനെ കൊണ്ട് വലിയ തുക മുടക്കിച്ചിട്ട് ചെയ്യിക്കുമ്പോൾ സ്റ്റേറ്റ് അനുഭവിക്കുന്ന ഈ പ്രയാസത്തിനിടയിൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക? അതിനെ പൊളിക്കാൻ എന്തൊക്കെ നിബന്ധനയാണ് വെച്ചത്? പുതിയ തരത്തിലുള്ള മസ്റ്ററിങ്ങും അതുപോലെ തന്നെ പുതിയ തരത്തിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ. അപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം. എന്നിട്ട് UDFകാർ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ UDFന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുക. 10 വർഷമായിട്ട് അധികാരത്തിന് വെളിയിലിരുന്നതുകൊണ്ട് അവർക്ക് ആകെ ഒരു അസ്ക്യതയുണ്ട്. അതുകൊണ്ട് ഇത്തവണ അധികാരത്തിൽ വരിക, അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ അവർ ചെയ്തതാണോ, 10 വർഷം അധികാരത്തിലുള്ളപ്പോൾ ഇടതുപക്ഷം ചെയ്തതാണോ ഈ കേരളത്തിന് ഗുണമുണ്ടായിട്ടുള്ള കാര്യം? ഇത് ജനങ്ങൾ വിവേചന ബുദ്ധിയോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. 100 അല്ല 140 കിട്ടുമെന്ന് പറയാം. ചിലപ്പോൾ ഒരുപാട് നുണകളൊക്കെ പ്രചരിപ്പിച്ച് ചില നേട്ടങ്ങൾ ചിലയിടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിക്കുകയാണ്. ഞങ്ങളതിനെതിരാണ്. ഞങ്ങളെന്തേ പറയുന്നുള്ളൂ, മതരാഷ്ട്രവാദികളോടൊപ്പം ചേരാൻ പറ്റില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നതാണ്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാകണമെന്ന് പറയുന്നത് ശരിയല്ല, ഇസ്ലാമിലൂടെ മാത്രമാണ് മോചനം എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ മതന്യൂനപക്ഷത്തെ ഈ രാജ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ന്യൂനപക്ഷമായതുകൊണ്ടാണ്. അവർക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടിച്ചമർത്തൽ നേരിടാൻ ഇടയാവരുത്. ഭൂരിപക്ഷ മതസ്ഥരെല്ലാവരും ന്യൂനപക്ഷത്തിനെതിരല്ല, അതിലെ വർഗീയത ന്യൂനപക്ഷത്തിനെതിരാണ്. അപ്പം ബംഗ്ലാദേശിൽ കലാപമുണ്ടായി, അവിടെ ഹിന്ദുക്കളുടെ എണ്ണം കുറവാണ്. ആ ന്യൂനപക്ഷത്തെ അവിടെ സംരക്ഷിക്കേണ്ടത് ആ ഗവൺമെൻറ്റാണ്. അതുപോലെ ഞങ്ങൾ അപ്പം മുസ്ലിം പീഡനം, ക്രിസ്ത്യൻ പീഡനം എന്നെല്ലാം പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ആളുകളെ അകറ്റുന്നതിന് ശ്രമിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലൂടെ എന്തെല്ലാം നുണയാണ് പ്രചരിപ്പിക്കുന്നത്. കോവിഡ് കാലത്ത് ഇത്ര നന്നായി ചെയ്തിട്ട് PPE കിറ്റ് അഴിമതി എന്ന് എൻ്റെ നേരെ പറഞ്ഞില്ലേ? അത് പരിശോധിച്ച് നോക്കി അതിന് മറുപടിയൊക്കെ ആ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാ അതിനെ സ്ഥാപിക്കാൻ സാധിക്കുക? അത് എത്ര ശരിയായ കാര്യമായിരുന്നു. PPE കിറ്റിന് ക്ഷാമം വന്നപ്പോൾ അത് കുറച്ച് ഉയർന്ന വിലയായാലും വാങ്ങണം എന്ന് തീരുമാനം എടുത്തത്. അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഈ വാട്സാപ്പിലൂടെയൊക്കെ നുണ ഇങ്ങനെ 101 ആവർത്തി പ്രചരിപ്പിക്കുമ്പോൾ ചിലയിടത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, ഏത് വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക. ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയവാദികൾ കൂട്ടുപിടിക്കുക, അത് വളരെ ചുരുക്കണ്ണേ ഉള്ളൂ. മുസ്ലിം സമുദായത്തിനകത്ത് മതനിരപേക്ഷവാദികളാണ് 99%. പക്ഷേ ആ 1% വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും. ഹിന്ദു വർഗീയവാദികൾക്ക് വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും. ഹിന്ദുക്കളെല്ലാവരും വർഗീയവാദികളല്ല, അതിലും ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്ന നുണയ്ക്ക് വശംവദരായി പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വിലക്ക് വാങ്ങുന്നില്ലേ? അത് എല്ലാ തെരഞ്ഞെടുപ്പിലും കാണുന്നില്ലേ? അപ്പോൾ അത്തരം ഒരു സമീപനത്തിലൂടെയാണ് ഈ 100 സീറ്റ് എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് ശക്തമായ പ്രചരണം ജനങ്ങളുടെ ഇടയിൽ നടത്താം. ശരി അംഗീകരിക്കുക, നല്ലതിനെ അംഗീകരിക്കുക എന്ന് മാത്രമേ ഇടതുപക്ഷം പറയുന്നുള്ളൂ. നീതി യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഒരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരൻ കാണിച്ചത്. അത് ആ ആക്ഷേപത്തിന് വിധേയരായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത്, അതിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാം കേട്ടു മാധ്യമങ്ങളിലൂടെയൊക്കെ. എന്തോ ഒരു ക്രൂരതയാണ് കാണിച്ചത്. എന്നിട്ട് ആ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനാണ്
താൻ ഈ കുട്ടിയായി ബന്ധപ്പെട്ടത് എന്ന് നുണ പറയുകയായിരുന്നില്ലേ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് പുറത്തു വന്ന് പറയേണ്ടി, അവർ ഡിവോഴ്സ്ഡാണ്, അവർ ബന്ധം വേർപെടുത്തി. ആ പെൺകുട്ടിയും പറയുന്നത് ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇയാളൊരു ഇൻട്രൂഡറായിട്ട് വന്നിട്ട് ഇയാൾ മുതലെടുത്തു, വശംവദയായി പോയി. ഡിവോഴ്സ് ആയാൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, ഒരു കുഞ്ഞുണ്ടായാലേ അമ്മ സമ്മതിക്കൂ എന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് കുഞ്ഞ് വയറ്റിലുണ്ടായപ്പോൾ അതിനെ പ്രാകൃതമായ മാർഗത്തിലൂടെ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന എത്ര വലിയ വ്യഥയാണ്. പക്ഷേ അവൾ പിന്നെയും പറയുന്നത് ആ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അയാളെയും ദ്രോഹിക്കുകയാണ്, അയാളുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതിലും അവൾക്ക് മനപ്രയാസം ഉണ്ട് എന്നുള്ളത്. ഏതായാലും ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇപ്പോൾ മാധ്യമങ്ങളോടടക്കം പറഞ്ഞു. ഇത് മാത്രമല്ല, കുറേ കേസുകൾ വേറെയും 2-3 പെൺകുട്ടികൾ ഇതേപോലെ ഒരു തരം പെർവേഷൻ കാണിക്കുക, അക്രമം നടത്തുക. സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമമുണ്ട്, അതിന് സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം കാണിക്കുക, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCക്കും AICCക്കും അടക്കം കൊടുത്തിട്ടുണ്ടാവണം. KPCCക്ക് പരാതി നേരത്തെ കൊടുത്തതാണ്, പക്ഷേ അവരത് പൂഴ്ത്തിവെച്ചു. ഈ കാര്യം പുറത്തു വന്നപ്പോഴാണ് ഇയാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ തകർത്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും കേസ് കോടതിയിൽ നടക്കുന്നു, നന്നായിട്ട് വാദിക്കുന്നുണ്ട്. സർക്കാർ ഈ അതിജീവിതകൾക്ക് എന്ന് പറയേണ്ടതായിട്ട് വരും, അത്തരമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതെന്തിനാണ് മറ്റു ചെറുപ്പക്കാർ ഈ മാതിരി വൃത്തികേട് കാണിക്കരുത് സമൂഹത്തിൽ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കീറുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ല. അയാൾ കറക്റ്റ് ചെയ്യപ്പെടട്ടെ, ശിക്ഷ കിട്ടട്ടെ. അയാൾക്ക് ശിക്ഷ കിട്ടുമ്പോഴാണ് മനുഷ്യൻ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. വലിയ കുറ്റമാകുമ്പോൾ വലിയ ശിക്ഷ കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷയാണ് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുക എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയുന്നുള്ളൂ.